പത്തനംതിട്ട കൊടുമൺ പഞ്ചായത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചത് ഒരു സ്വതന്ത്രനാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് കോൺഗ്രസ് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അല്ലെങ്കിൽ തഴഞ്ഞു കളഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ കോൺഗ്രസിനെ അവിടെ വിജയിപ്പിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അല്ല, നമ്മള് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആര് ജയിക്കും ആര് തോക്കുന്നു ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോ നല്ല സജീവമായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ചിലപ്പോൾ ചില എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ചിന്തിച്ചു പോകും, ഇയാൾ എങ്ങനെയാണ് ഇത് തോറ്റത്, ഇത്രയും വലിയ ജനസമ്മതിയുള്ള ആളെയൊക്കെ എങ്ങനെ ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടു എന്ന് തോന്നും. അല്ല, ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിമതരായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഓരോരുത്തരെയും നേതൃത്വത്തിന്റെ താല്പര്യപ്രകാരം ചില ആളുകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ ആ ഒരു ഏരിയയിൽ വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ തനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള പലരും പിന്നീട് പിണങ്ങിപ്പോയി സ്വതന്ത്രനായി മത്സരിക്കുന്നതും അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ പോയി ചേക്കേറി അവിടെ നിന്നുകൊണ്ട് സ്ഥാനാർത്ഥി എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോഴൊക്കെ തന്നെ നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്തരത്തിൽ തന്നെ വളർത്തിയ ഒരു പാർട്ടി അല്ലെങ്കിൽ തന്നെ വളർത്തിയ ആ ഒരു പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ അവസാന നിമിഷം മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ സാധിക്കുന്നത്? ഇവരൊക്കെ യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിച്ചിരുന്നു എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അവരൊക്കെ യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിച്ചിരുന്നില്ല. സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി കാണിച്ചു തരികയല്ല. ഈ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് ഒരുപാട് പോരായ്മകൾ പലപ്പോഴും ഉണ്ട്. ഇപ്പോ ഒരു പഞ്ചായത്തിൽ 10-20 നേതാക്കന്മാരുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ മത്സരിക്കാൻ അവസരമുള്ളൂ. അപ്പം ആരെ മത്സരിപ്പിക്കും എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ 10 പേർക്ക് മത്സരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഒരാൾക്ക് പാർട്ടി അവസരം കൊടുക്കും. അവസാനം ബാക്കി 9 പേരും സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പല മണ്ഡലങ്ങളിലും അത്തരത്തിലാണുള്ള മത്സരങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ LDFനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു. പാർട്ടി ഇതിനു മുമ്പിട്ട് സീറ്റ് കൊടുത്തുള്ള ആളുണ്ടാവും. ചിലപ്പോൾ 5 വർഷവും 10 വർഷവുമായിട്ട് അവിടെ നല്ല ജനസമ്മതിയിലുള്ള ഒരാളായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയതെങ്കിൽ അയാൾ മത്സരിക്കും. അല്ലെങ്കിൽ കോൺഗ്രസിൽ അതീവ സജീവമായിട്ട് നിൽക്കുന്ന എല്ലാ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകൾ ചിലപ്പോൾ എതിർക്കും, ഇയാളെ മത്സരിപ്പിക്കരുത്, തോറ്റുപോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ അതും കേൾക്കാതെ പാർട്ടി അവരെ മത്സരിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി പാർട്ടിയിൽ നിന്നും സ്വതന്ത്രനായിട്ട് പോയി മത്സരിക്കുന്നു, അവർ ജയിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ തോട്ടത്തിൽ സലീമിന്റെ കഥകളൊക്കെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ്. കാരണം UDF നിന്ന് LDFിലേക്ക് പോകുന്നു, LDF നിന്ന് UDFിലേക്ക് പോകുന്നു, എവിടെ പോയി കഴിഞ്ഞാലും വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും. പക്ഷെ ഇത് അധിക കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പൊ പലരും പല പേരിൽ പറയുമെങ്കിലും ജനങ്ങളുമായിട്ട് എത്ര ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയങ്ങളും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. വികസനങ്ങൾ കൊണ്ടുവരിക, കൃത്യമായിട്ട് വികസന ബോധത്തോടെ കൃത്യമായിട്ട് പോവുക, ജനങ്ങളുമായിട്ട് അടിത്തട്ടിൽ കൃത്യമായിട്ട് ബന്ധത്തിൽ പോവുക. ഇത് രണ്ടുമാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് വിജയിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴി എന്ന് പറയുന്നത്. ഈ പാറ്റേൺ ചെയ്തു പോകുന്ന ആളുകളെല്ലാം വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പുതിയ മുഖങ്ങൾക്ക് അവസരം കൊടുക്കേണ്ടി വരും, പുതിയ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ വരുന്നത്. ഇപ്പോ ഞാൻ സജീവമായിട്ട് നോക്കുന്ന ഒരു വാർഡാണെന്ന് വെച്ചു. ആ വാർഡിൽ ഞാൻ 5 വർഷമായിട്ട് പണിയെടുക്കുകയാണ് ഞാൻ അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവസാന നിമിഷം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ എനിക്ക് മാനസികമായിട്ടത് താങ്ങാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇപ്പോൾ ഞാൻ 5 വർഷമായിട്ട് ആ വാർഡിൽ കിടന്ന് പണിയെടുക്കുകയും അവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടുകയും ചെയ്യുകയാണ്. ഒരു സംഘടനയുടെ പേരിൽ തന്നെയാണ്. ഇപ്പം എല്ലാം ഇപ്പൊ പാർട്ടിപരമായിട്ടാണല്ലോ ഇവരെല്ലാം ഇടപെടുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് പാർട്ടി സീറ്റ് കൊടുക്കാതെ മറ്റൊരാളെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും കൊണ്ടുവരുമ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ടും വിഷമം വരും. നിലനിൽപ്പാണല്ലോ ഇതിന്റെ എല്ലാം പ്രധാനം. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, കേരളമല്ല ഇന്ത്യ, ലോകത്തെ ഏത് രാഷ്ട്രീയം എടുത്തു നോക്കി കഴിഞ്ഞാലും നിലനിൽപ്പിന്റെ പേരിലാണ് ഇവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അധികാരം വേണം, അധികാരമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അധികാരമുള്ളവന്റെ കൂടെ മാത്രമേ ആളുകളും കാണുകയുള്ളൂ, സാമ്പത്തികവും കാണുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവര് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല ആളുകളും പിന്നീട് സ്വതന്ത്രനായി കഴിയുമ്പോൾ പാർട്ടിയെ മറന്നു പോകും, അല്ലെങ്കിൽ വില ഭീഷണിന് സമ്മതിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ പത്തനംതിട്ട കൊടുമൺ പഞ്ചായത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതും അതേപോലെയാണ്. അദ്ദേഹം സ്വതന്ത്രനായിട്ട് പാർട്ടി വിട്ടിട്ട് അല്ലെങ്കിൽ പാർട്ടി എതിർത്തുകൊണ്ട് മത്സരിക്കുന്നു. അങ്ങനെ ആർജവമുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ വേണ്ടത്. അല്ല, ഇങ്ങനെ സ്വതന്ത്രമായി മത്സരിക്കുന്ന ആളുകൾ എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ ടി പ്രകാശ് എന്ന അദ്ദേഹത്തിന്റെ പേര്, കൊടുമൺ പഞ്ചായത്തിൽ അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി പ്രാദേശിക ഘടകം അദ്ദേഹത്തെ സ്ഥാപിച്ച സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ട സമയത്തും നേതൃത്വം അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ സ്ഥാനാർത്ഥിയാക്കുന്നത് കണ്ടു. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു ചെറിയ പിണക്കങ്ങളും, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ സ്വാഭാവികമാണെങ്കിൽ പോലും അതിനുശേഷം ഇദ്ദേഹം പുറത്തിറങ്ങി സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്രാവശ്യം അത് വളരെ കുറവുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്
നേതൃത്വമാണ്, അതായത് KPCC പറയും, KPCC കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ DCC കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പോ ഇപ്പൊ വാർഡിലൊരു ഒന്നും അറിയാത്ത ഒരാൾ, അതായത് വാർഡിലെ ജനങ്ങൾ ഏതാണ്, ഞാൻ ഏത് വാർഡിലാണ് താമസിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരാള് DCCയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ DCC പ്രസിഡന്റ് പറയാം ഞാൻ മത്സരിക്കുന്നത്, എനിക്ക് സീറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ നേതൃത്വങ്ങളല്ല ഈ സ്ഥാനാർത്ഥികളെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കേണ്ടത്, പ്രാദേശിക ഘടകങ്ങൾക്ക് മാത്രമാണ് അറിയുള്ളൂ ഇവിടെ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, വ്യക്തികൾ ആരൊക്കെയാണ്. അതിന് പ്രകാരം തന്നെയായിരുന്നു ഇത്തവണ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പിന്നെ ചിലരെങ്കിലും ഇത്തരത്തിൽ നേതൃത്വത്തോടുള്ള ഒരു താല്പര്യം കൊണ്ട് അല്ലെങ്കിൽ നേതൃത്വത്തോടുള്ള ഒരു ബന്ധം കൊണ്ടൊക്കെ അങ്ങനെ സീറ്റ് ലഭിച്ചു എന്ന് കുറെ ആളുകളുണ്ട്. ഇവിടെ ഈ പറയുന്ന സ്വതന്ത്രനായി നിന്നിരുന്ന വ്യക്തിക്ക് 119 വോട്ടോടുകൂടി അല്ലെങ്കിൽ 119 വോട്ട് ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ച് കയറിയിരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം പാർട്ടിയെ കൈവിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കോൺഗ്രസ് പാർട്ടിയോടുള്ള അത്രയും അടിയുറച്ചൊരു വിശ്വാസം അല്ലെങ്കിൽ അതിനോടുള്ള ആ ഒരു സ്നേഹം തന്നെയാണ് അദ്ദേഹം വീണ്ടും സ്വതന്ത്രനായതിനു ശേഷം പാർട്ടിക്ക് ആ ഒരു വോട്ട് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ കൂടെ വീണ്ടും ചേരാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടുള്ളത്. ചിലർ പറയും ഇപ്പോ പാർട്ടി, നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകൾ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമതരായി വരുന്നവരെ അല്ലെങ്കിൽ സ്വതന്ത്രരായി മത്സരിക്കുന്നവരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് അവർക്ക് ഞങ്ങൾ സീറ്റ് കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ നമ്മളത് സ്ഥിരമായിട്ട് കണ്ടിരുന്നു. മറ്റു പലയിടങ്ങളിലും ഇത്തരത്തിൽ CPM-ഉം BJP-യും മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവരെ അക്കോമഡേറ്റ് അവർക്ക് സീറ്റ് കൊടുക്കുന്ന ഒരു രീതി കണ്ടിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തികളോടുള്ള ഒരു താല്പര്യം കൂടാതെ ആ ഒരു പാർട്ടി അവർ ഏത് പ്രസ്ഥാനത്തിലാണോ ഇതുവരെ ഉണ്ടായിരുന്നത് ആ പ്രസ്ഥാനത്തിന്റെ വോട്ടും കൂടി തങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ള ആ ഒരു ബുദ്ധി, അതെ അതായിരുന്നു അവരുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. പക്ഷെ അതിനെല്ലാം ഇങ്ങനെയല്ല ഒരു രാഷ്ട്രീയക്കാരൻ വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഒരു വ്യക്തി, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഈ പറയുന്ന പാർട്ടിയെ സ്നേഹിക്കുന്നയാൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പറയുന്ന വ്യക്തി കൊടുമൺ പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പിണക്കങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്കും ഇതൊരു മാതൃകയായി മാറൂലേ ഈ ഒരു വ്യക്തിയുടെ? അല്ല, അതിനകത്ത് മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞാണ്, ഇപ്പം എൻ്റെ അടുത്ത വാർഡിൽ നടക്കുന്ന ഒരു വിഷയമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏകദേശം 250 വോട്ട് പ്ലസ് വാങ്ങിച്ചു. ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത്. അദ്ദേഹം ഏകദേശം ഒരു 30 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. പക്ഷെ അവിടെ 2 സ്വതന്ത്രന്മാർ കോൺഗ്രസിന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അവര് രണ്ടുപേരും കൂടെ പിടിച്ച വോട്ട് മാത്രം 300 വോട്ടുണ്ട്. അത് 350 പ്ലസ് വോട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, 350 വോട്ടും 250 പ്ലസ് വോട്ടും കൂടെ ആകുമ്പോൾ തന്നെ വലിയൊരു ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ വലിയൊരു മാർജിനിൽ വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ 2 സ്ഥാനാർത്ഥികളും കൂടെ വന്നതുകൊണ്ട് മാറിപ്പോവുകയാണ് ചെയ്തത്. അപ്പൊ അത് അത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് പാർട്ടികളെ വലിയ രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അല്ല, ഒരർത്ഥത്തിൽ നോക്കിയാൽ അല്ലെ ഈ ഒരു കാര്യത്തിൽ ബാക്കിയുള്ള പാർട്ടികളൊക്കെ കുറച്ചുകൂടി ഭേദമാണെന്ന് തോന്നുന്നു കോൺഗ്രസിനേക്കാൾ. തമ്മിൽ ഭേദം എന്ന് പറയേണ്ടി വരും, പൂർണ്ണമായിട്ടുമല്ല. കാരണം അവരുടെ ഒരു നേതൃത്വം തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് ഇവർ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നത് നമ്മൾ കാണുന്നില്ല. കാലഘട്ടത്തിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതുണ്ടായിരുന്നു. ഒരുപാട് സ്വതന്ത്രന്മാർ, ഒരുപാട് വിമതന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടാണ്. ഒരുപാട് പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, കോൺഗ്രസിന് പോലും ഇല്ലാത്ത പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ളിൽ നമ്മൾ കണ്ടു. അതിന്റെ ഒരു പരിണത ഫലവും ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചു.